അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണെന്ന് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. മൊഡ്യൂൾ അനുസരിച്ചിട്ടല്ല ഇനി അങ്ങോട്ട് സിലബസ് പോകുന്നുണ്ടാവുക. എല്ലാ മൊഡ്യൂളും എടുക്കുന്നുണ്ടാവും, പക്ഷേ ഒരു ഓർഡറിലായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കില്ല, സിലബസ് അനുസരിച്ചിട്ടുള്ള ഓർഡറിലായിരിക്കില്ല പോകുന്നുണ്ടാവുക. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മൊഡ്യൂളുകൾ തീർത്ത് പോകുന്നുണ്ടാവുക. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തുടങ്ങുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിന് ശേഷം നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ, അങ്ങനെ ഒരു ഓർഡർ അല്ല, അല്ലാതെ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ഓർഡർ ആയിരിക്കും കവർ ചെയ്ത് പോകുന്നുണ്ടാവുക. അത് ആദ്യമേ പറയാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആലോചിക്കേണ്ടത്, നമ്മൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് റെക്കോർഡായിരിക്കും ഇടുന്നുണ്ടാവുക. അത് കൃത്യമായിട്ട് ഒന്നുകിൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങളത് കവർ ചെയ്ത് പോകുക. മാക്സിമം ഒരു 20 മിനിറ്റ് ഓവർ ലോഡ് ആക്കാതെ കൃത്യമായിട്ട് അല്ലല്ല പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള പോർഷൻസേ കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊരു അരമണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശനിയും ഞായറും ഏതെങ്കിലും ഒരു ദിവസം ബാച്ച് അനുസരിച്ച് ലൈവ് സെഷൻ വെക്കുന്നുണ്ട്. ഈ ഭാഗത്തിൻ്റെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ ക്ലിയർ ചെയ്യാം. അതല്ല പേഴ്സണലി ചോദിച്ച് അപ്പം തന്നെ ക്ലിയർ ചെയ്യാനാണെങ്കിലും ചെയ്യാം. ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മാർക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പോർഷനാണോ ക്ലിയർ ആവാത്തത് ആ പോർഷൻ അനുസരിച്ചിട്ടുള്ള വർക്കുകൾ ഞാൻ തരുന്നുണ്ടാവും. അതുപോലെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ എന്തെങ്കിലും എനിക്കും തെറ്റ് പറ്റാം, അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറയുകയാണെങ്കിലോ നിങ്ങൾ അതെല്ലാം ക്ലിയർ ചെയ്ത് പോകുക. അപ്പം തന്നെ മെസ്സേജ് അയച്ച് അത് പറയുക. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം തന്നെ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകൂടി പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. വൈദിക സാഹിത്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് വൈദിക സാഹിത്യത്തെ പറ്റിയിട്ട് സാമാന്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ജനറലായിട്ട് വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, അപ്പോൾ നമുക്കറിയാം 4 വേദങ്ങളുണ്ട്. ഈ ഓരോ വേദത്തിലും സംഹിത, ബ്രാഹ്മണം, ആരണ്യക, ഉപനിഷത്ത് എന്നീ 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ 4 ഭാഗങ്ങളും സെപ്പറേറ്റ് നമുക്ക് സംഹിത ലിറ്ററേച്ചർ, ആരണ്യക ലിറ്ററേച്ചർ, ബ്രാഹ്മണ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ഉപനിഷത്ത് ലിറ്ററേച്ചർ സെപ്പറേറ്റ് പഠിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് ഓരോ വേദത്തിൻ്റെയും ബ്രാഹ്മണങ്ങളോ ആരണ്യകങ്ങളോ ഉപനിഷത്തുകളും ശാഖകളും ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെസിഫിക് സ്റ്റഡിയിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. വൈദിക സാഹിത്യത്തിൻ്റെ സാമാന്യ പരിചയമാണ്. അപ്പോൾ വേദങ്ങൾ എത്ര വേദങ്ങളാണ്? 4 വേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ഋഗ്വേദം മണ്ഡലക്രമത്തിലും അഷ്ടകക്രമത്തിലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മണ്ഡലക്രമത്തിലാവുമ്പോൾ അതിൽ 10 മണ്ഡലങ്ങൾ, 1028 സൂക്തങ്ങൾ, 10580 മന്ത്രങ്ങളുമാണ് ഉള്ളത്. മണ്ഡലക്രമത്തിൽ വരുമ്പോൾ 10 മണ്ഡലം, 1028 സൂക്തം, 10580 മന്ത്രങ്ങൾ. ഇനി അഷ്ടകക്രമത്തിലാവുമ്പോഴോ 8 അഷ്ടകങ്ങൾ, 64 അധ്യായങ്ങൾ, 85 അനുവാകങ്ങൾ, 2006 വർഗ്ഗങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ മണ്ഡലക്രമത്തിലാവുമ്പോൾ 10 മണ്ഡലം, 1028 സൂക്തം, 10580 മന്ത്രം. അഷ്ടകക്രമത്തിലാവുമ്പോൾ 8 അഷ്ടകം, 64 അധ്യായം, 85 അനുവാകം, 2006 വർഗ്ഗം. ഓക്കെ, ഇനി ഇതിൻ്റെ ശാഖകൾ. ഋഗ്വേദത്തിന് 5 ശാഖകളാണുള്ളത്. ഏതൊക്കെയാണ്? ശാകല, ഭാഷ്കല, ആശ്വലായന, ശാഖായന, മാണ്ഡൂകായന. ഒന്നുകൂടി പറയാം. ശാകല, ഭാഷ്കല, ആശ്വലായന, ശാഖായന, മാണ്ഡൂകായന. ഇതൊക്കെ അറിയാവുന്നതായിരിക്കും. എന്നാലും ജനറലായിട്ട് നമുക്ക് വേദത്തെ പറ്റി അറിയേണ്ടത് ആദ്യം പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ്. ഇനി ഇതിൻ്റെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും, അത് 3 ഒരേ പേരിലാണ്, അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. ഐതരേയം, കൗശീതകി. ബ്രാഹ്മണാവുമ്പോൾ ഐതരേയ ബ്രാഹ്മണം, കൗശീതകി ബ്രാഹ്മണം. ആരണ്യകമാവുമ്പോൾ ഐതരേയ ആരണ്യകം, കൗശീതകി ആരണ്യകം. ഉപനിഷത്താവുമ്പോൾ ഐതരേയ ഉപനിഷത്ത്, കൗശീതകി ഉപനിഷത്ത്. ഇത് ഓരോന്നും എടുത്ത് പഠിക്കാനുണ്ട്, നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി ഇതിൻ്റെ ഋഗ്വേദത്തിൻ്റെ ഋത്വിക്കായിട്ട് ഹോതാവിനെയും ആചാര്യനായിട്ട് പൈലനെയും ഉപവേദമായിട്ട് ആയുർവേദത്തെയും പറയും. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ ഋത്വിക്ക് ഹോതാവ്, ആചാര്യൻ പൈലൻ, ഉപവേദം ആയുർവേദം.
ഓക്കെ അല്ലേ? ഇത്രയാണ് ഋഗ്വേദത്തെ പറ്റിയിട്ട് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി യജുർവേദം. യജുർവേദം വരുമ്പോൾ നമുക്കറിയാം 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്, ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദവും. അതിൽ ശുക്ല യജുർവേദത്തിന് 2 ശാഖകളാണുള്ളത്. ഏതൊക്കെയാണ്? ബാധ്യദിന, കാണ്ഡ്വ. ബാധ്യദിന സംഹിതേനെ വാചസ്പതീയ സംഹിത എന്ന് പറയാറുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, കാണ്ഡ്വ. അങ്ങനെ 2 ശാഖകളാണുള്ളത്. അപ്പോൾ ശുക്ല യജുർവേദത്തിന് 2 ശാഖ, ബാധ്യദിന, കാണ്ഡ്വ. ഇനി കൃഷ്ണ യജുർവേദം 4 ശാഖകളാണുള്ളത്. ഏതൊക്കെയാണ്? തൈത്തരീയ, മൈത്രായണീയ, കഠ, കപിഷ്ഠല. ഇതോടെ പറയാം, കൃഷ്ണ യജുർവേദത്തിൽ 4 ശാഖകളാണുള്ളത്. തൈത്തരീയ, മൈത്രായണീയ, കഠ, കപിഷ്ഠല. ഓക്കെ അല്ലേ? അപ്പോൾ യജുർവേദത്തിന് 2 ഭാഗം, ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം. ശുക്ല യജുർവേദത്തിന് 2 ശാഖകൾ, ബാധ്യദിന, കാണ്ഡ്വ. ശുക്ല യജുർവേദത്തിന് 2 ശാഖകൾ നമ്മൾ പറഞ്ഞു. കൃഷ്ണ യജുർവേദത്തിലേക്ക് വരുമ്പോൾ 4 ശാഖകൾ, തൈത്തരീയ, മൈത്രായണീയ, കഠ, കപിഷ്ഠല. ഓക്കെ. ഇനി ഇതിൻ്റെ ബ്രാഹ്മണങ്ങൾ ഏതൊക്കെയാണ്? ശതപഥ ബ്രാഹ്മണവും തൈത്തരീയ ബ്രാഹ്മണവുമാണ് യജുർവേദത്തിൻ്റെ ബ്രാഹ്മണങ്ങൾ. ആരണ്യകങ്ങൾ തൈത്തരീയ ആരണ്യകം, മൈത്രായണീയ ആരണ്യകം, ബൃഹദാരണ്യകം. ഇങ്ങനെ 3 ആരണ്യകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇനി ഉപനിഷത്തിലേക്ക് വരുമ്പോൾ ഈശം, ബൃഹദാരണ്യകം, കഠം, തൈത്തരീയം. ഇങ്ങനെ 4 ഉപനിഷത്തുകൾ പ്രധാനപ്പെട്ടതായിട്ട് പറയും. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം. ബ്രാഹ്മണങ്ങൾ ശതപഥം, തൈത്തരീയം. ആരണ്യകം തൈത്തരീയ, മൈത്രായണീയ, ബൃഹദാരണ്യകം. ഉപനിഷത്ത് ഈശം, ബൃഹദാരണ്യകം, കഠം, തൈത്തരീയ. ഇനി യജുർവേദത്തിൻ്റെ ഋത്വിക്ക് അധുര്യാണ്. അതുപോലെ ആചാര്യൻ, വൈശമ്പായനൻ. ഉപവേദമായിട്ട് ധനുർവേദത്തെ പറയും. യജുർവേദത്തിൻ്റെ ഋത്വിക്ക് അധുര്യു, ആചാര്യൻ, വൈശമ്പായനൻ. ഉപവേദം ധനുർവേദം. ഓക്കെ അല്ലേ? അപ്പോൾ യജുർവേദത്തെ പറ്റി ഇത്രയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. 2 ശുക്ല യജുർവേദത്തിലും കൃഷ്ണ യജുർവേദത്തിലും എത്ര ശാഖകളാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തും പറഞ്ഞു. അതുപോലെ ഋത്വിക്ക്, ആചാര്യൻ, ഉപവേദം, ഇത് 3 പറഞ്ഞു. ഇനി നമുക്ക് സാമവേദത്തിലേക്ക് പോകാം. സാമവേദത്തിൽ പൂർവാർച്ചികം, ഉത്തരാർച്ചികം എന്ന് 2ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമവേദത്തിൽ 3 ശാഖകളാണുള്ളത്. ഏതൊക്കെ? കൗതുമീയൻ, രാടായനീയൻ, ജൈമിനീയൻ. ഏതൊക്കെയാണ്? കൗതുമീയൻ, രാടായനീയൻ, ജൈമിനീയൻ. പിന്നെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ. സാമവേദത്തിൻ്റെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? താണ്ഡ്യ ബ്രാഹ്മണം അല്ലെങ്കിൽ പഞ്ചവിംശ ബ്രാഹ്മണം, ഷഡ്വിംശ ബ്രാഹ്മണം, സാമവിധാന ബ്രാഹ്മണം, ആർഷേയ ബ്രാഹ്മണം, ദൈവതാധ്യായന ബ്രാഹ്മണം, സംഹിതോപനിഷത് ബ്രാഹ്മണം, ഛാന്ദോഗ്യ ബ്രാഹ്മണം അല്ലെങ്കിൽ മന്ത്രബ്രാഹ്മണം, ഭാലവി ബ്രാഹ്മണം. ഏതൊക്കെയാണ്? താണ്ഡ്യ ബ്രാഹ്മണം അല്ലെങ്കിൽ പഞ്ചവിംശ ബ്രാഹ്മണം, ഷഡ്വിംശ ബ്രാഹ്മണം, സാമവിധാന ബ്രാഹ്മണം, ആർഷേയ ബ്രാഹ്മണം, ദൈവതാധ്യയന ബ്രാഹ്മണം, സംഹിതോപനിഷത് ബ്രാഹ്മണം, ഛാന്ദോഗ്യ ബ്രാഹ്മണം, ഭാലവി ബ്രാഹ്മണം. ഇനി ആരണ്യകങ്ങൾ ഏതൊക്കെയാണ്? സാമവേദത്തിൻ്റെ പ്രധാനപ്പെട്ട ആരണ്യകമായിട്ട് തലവകാർ ആരണ്യകത്തെയാണ് പറയുന്നത്. അതുപോലെ കേനോപനിഷത്തും ഛാന്ദോഗ്യോപനിഷത്തും സാമവേദത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളുമായിട്ടും പറയും. ഇനി ഇതിൻ്റെ ഋത്വിക്കും ആചാര്യനും അതുപോലെ തന്നെ സാമവേദത്തിൻ്റെ ഉപവേദവും. സാമവേദത്തിൻ്റെ ഋത്വിക്ക് ഉദ്ഗാതാവും, ആചാര്യൻ ജൈമിനിയും, ഉപവേദം ഗാന്ധർവവേദവുമാണ്. ഓക്കെ അല്ലേ? സാമവേദത്തിൻ്റെ ഋത്വിക്ക് ഉദ്ഗാത, ആചാര്യൻ ജൈമിനി, ഉപവേദം ഗാന്ധർവവേദം. ഓക്കെ. ഇനി അഥർവവേദം. അഥർവവേദത്തിലേക്ക് വരുമ്പോൾ അഥർവവേദത്തിന് 9 ശാഖകളാണുള്ളത്. ഏതൊക്കെയാണ്? ജലത, ജാജല, സ്തൗത, ബൗധ, ശൗരകീയ, പിപ്പലാദ, ബ്രഹ്മവാദ, ദേവദർശ, ചാരണവൈദ്യ. ഒന്നുകൂടി പറയാം. ജലത, ജാജല, സ്തൗത, ബൗധ, ശൗരകീയ, പിപ്പലാദ, ബ്രഹ്മവാദ, ദേവദർശ, ചാരണവൈദ്യ. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ബ്രാഹ്മണൻ ഏതാണ്? അഥർവവേദത്തിൻ്റെ പ്രധാനപ്പെട്ട ബ്രാഹ്മണമാണ് ഗോപഥ ബ്രാഹ്മണം. അതുപോലെ പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, ഇത് 3 അഥർവവേദത്തിൻ്റെ ഉപനിഷത്താണ്. ഓക്കെ അല്ലേ? ഇനി അഥർവവേദത്തിൻ്റെ ഋത്വിക്കും ആചാര്യനും ഉപവേദം.
അഥർവവേദത്തിൻ്റെ ഋത്വിക്ക് ബ്രഹ്മായും ആചാര്യൻ സുബന്ധുവും ഉപവേദം സ്ഥാപത്യവേദവുമാണ്. ഓക്കെ അല്ലേ? അഥർവവേദത്തിൻ്റെ ഋത്വിക്ക് ബ്രഹ്മ, ആചാര്യൻ സുബന്ധു, ഉപവേദം സ്ഥാപത്യവേദം. ഇത്രയാണ് അഥർവവേദത്തിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ, അതായത് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ജനറലായിട്ട് വേദത്തെ പറ്റിയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പോർഷൻസ് ക്ലിയർ ആക്കുക. അടുത്ത ക്ലാസ് മുതൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാവും. ഇത് നമ്മൾ ജനറലായിട്ട് വേദത്തെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞു തീർത്തത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.